ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സപ്ലൈസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ DIY ആയിട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ? പിൻട്രസ്റ്റിൽ സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ വരും. അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് മാത്രം ഇതിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് CD മാർക്കർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, എന്നാൽ ഒരുപാട് സപ്ലൈസ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെത്തേഡാണ്. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഏതൊരു പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ സ്റ്റിക്കേഴ്സ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തപ്പോൾ അതിലെല്ലാവരും ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് കണ്ടു. ഞാനിതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാണ്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫൈനൽ വരെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. എല്ലാ ഇമേജും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജാണ് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഏതെങ്കിലും സ്പെസിഫിക് തീമിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജേർണലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മാച്ച് ചെയ്ത് പോകുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് വരച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം, ജേർണലിലേക്കൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ജസ്റ്റ് വീഡിയോസായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയാസും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ട്യൂലിപ്പ് ബൊക്കെയും പിന്നെ ഈ ക്രോഷൻ്റുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ ഷെയ്ഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടില്ല, ഞാൻ ഫൈനൽ ലുക്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിനായിട്ടുള്ള ഐറ്റം വരുന്നത്. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടർ പേപ്പർ അല്ലെന്ന് പറഞ്ഞില്ലേ, ഈ പേപ്പർ പിന്നെ എന്താണെന്നറിയോ? നമ്മൾ ചോറൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന വൈറ്റ് ഷീറ്റില്ലേ, അതാണ്. ഒരു 80% ബട്ടർ പേപ്പർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടും പിന്നെ എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിന് മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും അതിന് മുകളിൽ ആയിട്ട് നിരത്തി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ വീണ്ടും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു നോർമൽ പേപ്പറിലേക്ക് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബുക്ക് പോലെ ഒരു സ്റ്റിക്കർ ബോർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റിക്കർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.